പഠന മികവ് രേഖ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും അല്ലേ? ഈ കോവിഡ് കാലത്ത് പരീക്ഷയൊന്നും വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താനും അധ്യാപകർക്ക് നിങ്ങളെ വിലയിരുത്താനും വേണ്ടി തയ്യാറാക്കിയ ഒരു ബുക്ക്ലെറ്റാണ് പഠന മികവ് രേഖ. ഇത് എല്ലാവരും ചെയ്ത് അവരുടെ സ്കൂളിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ടീച്ചർ മലയാളത്തിലെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരില്ല. ചോദ്യം എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഒറ്റയ്ക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചറെ ഏൽപ്പിക്കുക. ഓരോ പാഠത്തെയും ബേസ് ചെയ്തുള്ള 3-4 പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ പാഠം വെണ്ണക്കണ്ണൻ്റെ പാഠമാണ് രാവിലെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. കണ്ണനും അമ്മയുമായിരുന്നു അവൻ്റെ മനസ്സു നിറയെ. ഇടവേള സമയത്ത് അവൻ ചിത്രരചനയിൽ മുഴുകി. ചിത്രം കണ്ട ടീച്ചർ അഭിനന്ദിച്ചു. ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രമാണിത്. ആരെല്ലാമാണ് ചിത്രത്തിൽ? അത് ആ ബോക്സിൽ എഴുതുക. നിങ്ങളാണ് ചിത്രം വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കും? എഴുതി വയ്ക്കൂ. കഴിയുമെങ്കിൽ ചിത്രത്തിൽ വരച്ചു ചേർക്കുകയുമാവാം. ചിത്രത്തിന് നിറം നൽകി മനോഹരമാക്കിയാലോ? ആ കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ വരച്ചിട്ട് അത് എഴുതിയിട്ട് നിറം നൽകി മനോഹരമാക്കുക. ചിത്രവുമായി വീട്ടിലേക്കു മടങ്ങിയ ഉണ്ണിക്കുട്ടൻ്റെ മനസ്സു നിറയെ കണ്ണൻ്റെ വികൃതികളായിരുന്നു. ഞാനും എന്തെല്ലാം കുസൃതികളാണ് കാട്ടിയിട്ടുള്ളത് അവൻ ഓർത്തു. വീട്ടിനുള്ളിൽ തകർത്തു കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് അമ്മയുടെ പ്രിയപ്പെട്ട പൂപ്പാത്രം തട്ടി ഉടഞ്ഞു പോയത്. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടി. പിണങ്ങി കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. പാവം അമ്മ എന്നെ അന്വേഷിച്ച് കാണാതായപ്പോൾ കരഞ്ഞു തളർന്നിരുന്നു. അതുകണ്ട് ഞാൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ കുസൃതി വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ. ചോദ്യം 1. എന്തിനാണ് അമ്മ ഉണ്ണിക്കുട്ടനെ തല്ലിയത്? 2. അമ്മയോട് പിണങ്ങിയ ഉണ്ണിക്കുട്ടൻ എന്താണ് ചെയ്തത്? 3. എന്തിനായിരിക്കാം അമ്മ കരഞ്ഞത്? 4. കരഞ്ഞു തളർന്നിരുന്നു. ഇതുപോലെയുള്ള മറ്റൊരു പ്രയോഗം എഴുതാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. 5. അമ്മ എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റു പദങ്ങൾ കണ്ടെത്തി എഴുതുക. ഈസി ആണല്ലേ? എത്രയോ പര്യായ പദങ്ങൾ അഥവാ സമാന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെഴുതുക. അടുത്തത്, ഇതുപോലെ നിങ്ങളും കുസൃതികൾ കാട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓർമ്മയിലുള്ള ഒരു സംഭവം വിശദമായി എഴുതി നോക്കൂ. എഴുതുമല്ലോ. വീട്ടിലെത്തിയ ഉണ്ണിക്കുട്ടൻ കണ്ടത് സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുന്ന അമ്മയാണ്. അവന് ആകെ വിഷമമായി. ദിവസം മുഴുവൻ അമ്മ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. പാവം അമ്മ. ഞാൻ അമ്മയെ ജോലികളിൽ സഹായിക്കും, അവൻ തീരുമാനിച്ചു. ചിത്രം നോക്കൂ. ഉണ്ണിക്കുട്ടൻ അമ്മയെ എങ്ങനെയൊക്കെയാണ് സഹായിച്ചതെന്ന് എഴുതൂ. അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിലെഴുതുക. സന്ധ്യാനേരമായപ്പോൾ ഉണ്ണിക്കുട്ടൻ അമ്മയുടെ അരികിലെത്തി. അന്നു ടീച്ചർ പഠിപ്പിച്ച കവിതയെക്കുറിച്ച് പറഞ്ഞു. എങ്കിൽ ആ കവിതയൊന്ന് കേൾക്കട്ടെ, അമ്മ പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ കവിത ഈണത്തിലും താളത്തിലും ചൊല്ലി. അമ്മയ്ക്ക് സന്തോഷമായി. നിങ്ങളും നിങ്ങളുടെ അമ്മയെ വെണ്ണക്കണ്ണൻ്റെ കവിത ചൊല്ലിക്കേൾപ്പിക്കൂ. പാഠപുസ്തകം പേജ് 8 കേട്ടോ കവിത. ഇതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് തന്നെയല്ലേ പൂതപ്പാട്ടിൽ ഇടശ്ശേരിയും പറയുന്നത്? ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. എങ്കിൽ അതൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാമോ? അമ്മ ചോദിച്ചു. ഉണ്ണിക്കുട്ടൻ പാഠപുസ്തകത്തിലെ കവിതാഭാഗം പേജ് നമ്പർ 10 കേട്ടോ. അമ്മയെ ചൊല്ലിക്കേൾപ്പിച്ചു. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. നിങ്ങളും ഈ കവിതാഭാഗം വീട്ടിലെല്ലാവരെയും ചൊല്ലിക്കേൾപ്പിക്കുമല്ലോ. എത്ര മനോഹരമായ കവിതകളാണ് രണ്ടും, അല്ലേ? ഉണ്ണിക്കുട്ട, ഈ 2 കവിതകളും കേട്ടിട്ട് വരികൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? അമ്മ ചോദിച്ചു. ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. വരികളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നു. ആവർത്തന ഭംഗിയുള്ള മറ്റു ചില വരികൾ അമ്മ ഉണ്ണിക്കുട്ടന് ചൊല്ലിക്കൊടുത്തു. മീശക്കാരൻ കേശവന് ദോശ തിന്നാനാശ, ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. ഇതിൽ ഷ എന്ന അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ടല്ലേ. അതുപോലെ
വെണ്ണയെ കണ്ടോരു കണ്ണന്താനന്നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഇവിടെ ണ എന്ന അക്ഷരം ആവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഇന്ന എന്ന അക്ഷരവും ആവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ കവിതാഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. ഇങ്ങനെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് മൂലം ഭംഗി വരുന്ന വരികൾ വേറെ ഏതെങ്കിലും ഉണ്ടോ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. സിനിമാ പാട്ടിൽ, നാടകഗാനത്തിൽ, പഴഞ്ചൊല്ലിൽ, നാടൻ പാട്ടിൽ, കടങ്കവിതയിൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു പാട്ടുണ്ടല്ലോ, കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, അങ്ങനെയുള്ള പാട്ടുണ്ടല്ലേ. അതുപോലെയുള്ള പാട്ടുകൾ കണ്ടെത്തി എഴുതുക. മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് സ്നേഹം താൻ ശക്തി. ആ പാഠത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ലൈലയുടെയും കുട്ടൻ്റെയും വീട്ടുമുറ്റത്തെ മരവും മരക്കൊമ്പിലിരിക്കുന്ന മൈനയുമാണിത്. മൈന പാട്ടുപാടിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കി കണ്ടെത്തി വരച്ചു ചേർക്കുക. ഈസിയാണല്ലേ, നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് നിറം കൊടുക്കാൻ മറക്കല്ലേ. ചിത്രം വരച്ചാൽ മാത്രം പോരാ, അതിന് നിറം കൊടുക്കുകയും വേണം. പാഠപുസ്തകം പേജ് 12 ഇനി അവിടെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പാഠം വായിച്ചല്ലോ. 1. ലൈലയോടും കുട്ടനോടും അമ്മ പറഞ്ഞതെന്തായിരുന്നു? 2. മൈന പാടിയ പാട്ടേതാണ്? 3. മൈനയുടെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയപ്പോൾ ചുറ്റുപാടിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? എഴുതി നോക്കൂ. ഈസി ചോദ്യമാണല്ലേ. വൈകിട്ട് അച്ഛൻ കുട്ടനും ലൈലയ്ക്കുമുള്ള സമ്മാനവുമായാണ് എത്തിയത്. എന്താണെന്ന് നോക്കൂ. സമ്മാനം ഇഷ്ടപ്പെട്ടോ? നന്നായി വളർത്തണേ. സമ്മാനം കിട്ടിയ ശേഷം കുട്ടൻ അതിൻ്റെ ചിത്രം വരച്ചു. നമുക്കത് മനോഹരമാക്കിയാലോ? കണ്ടല്ലോ, സമ്മാനം എന്താണ്? ഒരു കോഴിക്കുഞ്ഞാണല്ലേ. അപ്പോൾ ആ കോഴിക്കുഞ്ഞിന് നിറം നൽകി മനോഹരമാക്കുക. കുട്ടൻ പത്രങ്ങളിൽ നിന്നും മുറിച്ചെടുത്ത ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അത് നിരീക്ഷിക്കുക. ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ലൈലയുടെ അടുത്തേക്ക് രവിയും സൗമ്യയും എത്തി. ചിത്രം കണ്ട ലൈലയ്ക്കും കൂട്ടുകാർക്കും വിഷമമായി. അവർ പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞത്. എഴുതുക. അടുത്ത പാഠം കുടയില്ലാത്തവർ. മിനിക്കുട്ടി റേഡിയോയിലൂടെ വരുന്ന ഒരു ഗാനം കേൾക്കുകയാണ്. ഏത് ഗാനമാണെന്നറിയാമോ? ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അച്ഛൻ ചോദിച്ചു, ഈ വരികൾ ആരുടേതാണെന്നറിയാമോ? അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ. ആ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതുക. അദ്ദേഹത്തിൻ്റെ കവിത ഞങ്ങളുടെ പുസ്തകത്തിലുമുണ്ട്. മിനിക്കുട്ടി ഉടൻ തന്നെ കുടയില്ലാത്തവർ എന്ന കവിത അച്ഛനെ ഈണത്തിലും താളത്തിലും പാടിക്കേൾപ്പിച്ചു. നിങ്ങളും ഇങ്ങനെ പാടിക്കേൾപ്പിക്കൂ. പാഠപുസ്തകം പേജ് 18 ആ കവിതയുണ്ട്. എല്ലാവരും പാടിക്കേൾപ്പിക്കുക. പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴായി പോണോരേ. മിനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വരികളാണിവ. ഏതൊക്കെയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ? താഴെ കുറിക്കൂ. ആ താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് ആ കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക. പ്രസിദ്ധരായ ആളുകളുടെ മഴയനുഭവങ്ങൾ വായിക്കുകയായിരുന്നു മിനിക്കുട്ടി. നമുക്കും വായിച്ചാലോ? വൈകുന്നേരങ്ങളിൽ നേരത്തെ ഇരുട്ടുമ്പോൾ ഇടിമിന്നലിനും പേമാരിക്കും ഇടയിൽ അപ്പോഴും എത്തിയിട്ടില്ലാത്ത അച്ഛനെ കാത്ത് ഞാൻ പഠിക്കലേക്ക് കണ്ണും നട്ട് ഭീതിതമായ മനസ്സുമായി ഉമ്മറത്തിണ്ണയിലിരിക്കാറുള്ളത് ഓർമ്മ വരുന്നു. ഇ. ഹരികുമാർ. അടച്ചു പിടിച്ചു പെയ്യാൻ തുടങ്ങിയാൽ ഉണങ്ങാത്ത ഉടുപ്പുകൾ പ്രശ്നമാണെങ്കിലും കാലവർഷത്തെ ഒരു ഉത്സവകാലം പോലെ ഞാൻ കാത്തിരുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് ഇരുട്ടിൽ കിടന്ന് 2 ചെവിയും വിരലിട്ടടയ്ക്കുക, പിന്നെ പതുക്കെ തുറക്കുക. അപ്പോഴാണ് മഴയുടെ മുറുക്കിക്കൊട്ടൽ ശരിക്കും രസിക്കുന്നത്. ചെറിയ കൃഷിക്കാരുടെ വീട്ടിൽ വേണ്ടത്ര ഭക്ഷണമുണ്ടായെന്നു വരില്ല.
മുണ്ടകൻ കൊയ്ത്ത് അപൂർവമായ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. മഴക്കാലത്ത് വിശപ്പ് കൂടും. അടുക്കളയിൽ അരി തിളയ്ക്കുന്ന ഗന്ധം ഉമ്മറക്കോലായിൽ മഴ കണ്ടിരുന്ന എൻ്റെ മൂക്കിലെത്തുന്നത് എത്ര പെട്ടെന്നാണ്. MT വാസുദേവൻ നായർ. കൂട്ടുകാരെ, നിങ്ങൾക്കും കാണില്ലേ മഴക്കാല അനുഭവങ്ങൾ? ഒന്ന് കുറിക്കാമോ? എൻ്റെ മഴയനുഭവം. നിങ്ങൾക്കുണ്ടായിരുന്ന മഴയനുഭവങ്ങൾ അവിടെ കുറിക്കുക. പല നിറമൂലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴായി പോണോരേ. മിനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഈ വരികളുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കവിത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങിയ ഒരു കാഴ്ച നിങ്ങളും ചിത്രീകരിക്കൂ. കവിതയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കാഴ്ച അത് ചിത്രമാക്കി വരക്കുക. ഞാൻ ശേഖരിച്ച മഴക്കവിതകളാണ്. നിങ്ങളും ശേഖരിക്കില്ലേ? മിനിക്കുട്ടി ശേഖരിച്ച കവിതകളാണ് അവിടെ. നിങ്ങളും ശേഖരിക്കാനാണ് പറയുന്നത്. അടുത്ത പാഠം എൻ്റെ പനിനീർ ചെടി. മീനു ഉറക്കം കഴിഞ്ഞ് പൂമുഖത്ത് വന്നിരുന്നു. മുറ്റത്തേക്ക് പോയപ്പോൾ ഇന്നലെ അവൾ കണ്ട സ്വപ്നത്തിലെ പൂന്തോട്ടം മനസ്സിലേക്ക് ഓടിയെത്തി. ആ നിമിഷം അവൾക്കും ഒരു പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന ആഗ്രഹം തോന്നി. ആദ്യം മീനു സ്വപ്നത്തിലെ പൂന്തോട്ടത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ചെയ്തത്. വരച്ച ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടുമുറ്റത്തും ചെടികളില്ലേ? ഏതെല്ലാം ചെടികളാണുള്ളത്? ആദ്യം നിങ്ങൾക്കറിയാവുന്ന ചെടികളുടെ പേരെഴുതൂ. അറിയാത്തവയുടെ പേരുകൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തി എഴുതുക. താഴെ ബോക്സിലാണ് എഴുതേണ്ടത്. മീനുവിന് ഇഷ്ടപ്പെട്ട ചെടി പനിനീർ ചെടിയാണല്ലോ. മീനു എങ്ങനെയാണ് പനിനീർ ചെടിയെ പരിപാലിച്ചത്? എൻ്റെ പനിനീർ ചെടി എന്ന കവിതാഭാഗം വായിക്കൂ. അടുത്ത ചോദ്യം. അങ്കണം, അനുവാസരം, തുഷാരം, ജാതം എന്നീ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവയ്ക്ക് പകരമുള്ള വാക്കുകൾ അറിയാമോ? അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ആ ബോക്സിൽ എഴുതുക. അടുത്ത ചോദ്യം. മീനു പനിനീർ ചെടിയെ പരിപാലിച്ചതെങ്ങനെയെന്ന് സ്വന്തം ഭാഷയിൽ വിവരിക്കാമോ? ആ ബോക്സിൽ വിവരിച്ചെഴുതുക. അടുത്ത പ്രവർത്തനം. മീനു പൂന്തോട്ടത്തിലെ പൂക്കളെക്കുറിച്ച് കവിത എഴുതുകയാണ്. മുറ്റത്തൊരു ചെറുമുല്ല, പൂമണമൂലും നറുമുല്ല, പുഞ്ചിരി തൂകും മുല്ലപ്പൂ, പൂക്കളിൽ സുന്ദരി മുല്ലപ്പൂ. മറ്റു പൂക്കൾ ചേർത്ത് കവിത പൂർത്തിയാക്കാൻ മീനുവിനെ സഹായിക്കൂ. നമുക്കറിയാം ആഡ് മോർ ലൈൻസ് അല്ലേ? വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. ആ ബോക്സിൽ വരികൾ കൂട്ടിച്ചേർത്ത് നല്ലൊരു കവിത ഉണ്ടാക്കാൻ മീനുവിനെ സഹായിക്കുക. മലയാളത്തിലാണ് കൂടുതൽ പ്രവർത്തനങ്ങളുള്ളത്. എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.